നമസ്കാരം. മക്കളുടെ സർവ്വ ഐശ്വര്യവും ശ്രേയസ്സും ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ തീർച്ചയായും ദർശനം നടത്തേണ്ട ഒരു അപൂർവ പുണ്യസങ്കേതം പെരുമ്പാവൂർ രായമംഗലത്തെ കൂട്ടുമടം ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പെരുമ്പാവൂരിൽ നിന്നും 6 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന 1000 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രം മധ്യ കേരളത്തിൽ അത്യപൂർവമായുള്ള ബാലമുരുകൻ ക്ഷേത്രമാണ്. കൂട്ടുമടത്തിലെ ബാലസുബ്രഹ്മണ്യ സ്വാമിയെ ദർശനം നടത്തുന്നതിന് മുൻപ് ആദ്യം പിതാവായ മഹാദേവനെ കണ്ട് അനുഗ്രഹം വാങ്ങണം. എന്നാൽ മാത്രമേ ദർശനക്രമം പൂർണ്ണമാകൂ എന്നാണ് വിശ്വാസം. ഇതാണ് പെരക്കാട് മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിതാവായ പെരക്കാട് പരമേശ്വരനും പുത്രനായ കൂട്ടുമടത്തെ ബാലസുബ്രഹ്മണ്യനും ഒരേ നേർരേഖയിൽ ഒരേ ദിശയിൽ ദർശനമരുളുന്നു എന്നതാണ്. കൂട്ടുമടം ക്ഷേത്രത്തിൽ പുത്രനെ തൊഴുന്നതിനു മുൻപ് ആദ്യം ഇവിടെ പെരക്കാട് പരമേശ്വരന്റെ മുന്നിലെത്തി തൊഴുതാൽ മാത്രമേ ദർശന പൂർത്തീകരണം ഉണ്ടാകൂ എന്നാണ് ഐതിഹ്യം. പടിഞ്ഞാറ് ദർശനമായി വാഴുന്ന ഉഗ്രമൂർത്തിയായ ദേവനെ മനമുരുകി പ്രാർത്ഥിച്ചാൽ ഫലം ക്ഷിപ്രമാണെന്നാണ് വിശ്വാസം. കോട്ടയം ജില്ലയിലെ പ്രധാനികളായിരുന്ന കിടങ്ങൂർ നമ്പൂതിരിമാർ തങ്ങളുടെ യാത്രക്കിടയിൽ ഈ നാട്ടിലെ പ്രധാന ബ്രാഹ്മണ കുടുംബങ്ങളിൽ വിശ്രമിക്കാൻ എത്തിയിരുന്നു. അവർ കൈവശം വെച്ചിരുന്ന സുബ്രഹ്മണ്യ വിഗ്രഹം ഒരു തളത്തിൽ വെക്കുകയും പിന്നീട് വിഗ്രഹം അവിടെ നിന്ന് ഉയർത്താൻ സാധിക്കാതെ വരികയും ചെയ്തു. അങ്ങനെയാണ് വിഗ്രഹം അവിടെ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്നാണ് ഐതിഹ്യം. ബാലഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. മധ്യ കേരളത്തിൽ ആചാരാനുഷ്ഠാന പ്രകാരം മാസം തോറും ഷഷ്ടിവ്രത ചടങ്ങുകൾ നടക്കുന്ന പ്രധാന ക്ഷേത്രമാണിത്. അതുകൊണ്ട് തന്നെ മക്കളുടെ ശ്രേയസ് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ ക്ഷേത്രം ഒരു വലിയ ആശ്രയമാണ്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ഷഷ്ടിപൂജ. എല്ലാ മാസത്തെയും വെളുത്തപക്ഷ ഷഷ്ടിക്കാണ് ഈ വഴിപാട് നടത്തുന്നത്. ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതിക്കായി നടത്തുന്ന ഈ പൂജ സത്സന്താന ലബ്ധിക്കും മക്കളുടെ വിദ്യാഭ്യാസ ഉയർച്ചയ്ക്കും നല്ല തൊഴിൽ ലഭിക്കാനും വിവാഹം നടക്കാനുമെല്ലാം ഫലപ്രദമാണ്. തുടർച്ചയായി 12 ഷഷ്ടിപൂജകൾ ഇവിടെ നടത്തുന്നത് ഉത്തമമാണെന്നാണ് അനുഭവങ്ങൾ. ഷഷ്ടിപൂജ പോലെ തന്നെ ഇവിടെയുള്ള മറ്റൊരു അത്യപൂർവ ചടങ്ങാണ് ഭസ്മാഭിഷേകം. ശിവശക്തി സ്വരൂപനായ ബാലസുബ്രഹ്മണ്യ സ്വാമിക്ക് വർഷത്തിലൊരിക്കൽ മകരമാസത്തിലെ തൈപ്പൂയ നാളിൽ പിതാവായ പെരക്കാട് മഹാദേവന്റെ നടയിൽ നിന്നും ഭസ്മം എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് അഭിഷേകം നടത്തുന്നു. ഈ അഭിഷേകം ദർശിച്ചാൽ സകല മാറാവ്യാധികളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനൊപ്പം മംഗല്യസിദ്ധിയും സന്താന സൗഭാഗ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം. അച്ഛനും മകനും ഒരുമിച്ച് അനുഗ്രഹം ചൊരിയുന്ന ഈ പുണ്യഭൂമിയിൽ ദർശന പൂർത്തീകരണം വരുത്താൻ തീർച്ചയായും എത്തിച്ചേരുക.